അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. കഴിഞ്ഞ ക്ലാസ്സിലെ പാഠങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് കണ്ട് വീണ്ടും ആവർത്തി കണ്ട് ശരിക്കും മനഃപ്പാഠമാക്കി ഉൾക്കൊണ്ടു എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് നമുക്ക് വളരെ രസകരമായൊരു പാഠമാണ്. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാലഘട്ടമാണ് റമദാൻ മാസം, അല്ലേ? റമദാൻ മാസം വരികയെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, അല്ലേ? ഈ റമദാൻ മാസത്തെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ പാഠത്തിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, നിർബന്ധമായ നോമ്പുകളുണ്ട്, സുന്നത്തായ നോമ്പുകളുണ്ട്, നോമ്പ് നോക്കൽ ഹറാമായ ആളുകളുണ്ട്, നോമ്പ് നോക്കൽ ഹറാമായ സമയവും ഉണ്ട്. ഈ 4 കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് നോക്കാം. നിർബന്ധമായ നോമ്പ്. എപ്പോഴാണ് ഈ നിർബന്ധമായ നോമ്പ്? റമദാൻ മാസത്തിൽ. ഇതിപ്പോൾ ആർക്കും അറിയാത്ത എപ്പോഴാണ് റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാവുക അറിയുങ്ങൾ? ഒന്നുകിൽ ഷഅബാൻ 30 ദിവസവും പൂർത്തിയാവണം, അല്ലെങ്കിൽ റമദാൻ മാസത്തിലെ മാസപ്പിറവി കാണണം. അങ്ങനെ റമദാൻ മാസത്തിലെ മാസപ്പിറവി കണ്ടാൽ പിന്നെ അന്ന് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും നോമ്പെടുക്കൽ നിർബന്ധമാണ്. ഒരാൾക്കും ഒഴിവൊഴിവില്ല, അല്ലേ? അങ്ങനെ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരാൾ, മുസ്ലിമായ ഒരാൾ നോമ്പ് നോക്കുമ്പോൾ ഈ നോമ്പിൽ 2 ഫർളുകളുണ്ട്. ഈ 2 ഫർളുകൾ നിർബന്ധമായിട്ടും സൂക്ഷിച്ചിരിക്കണം. ഒന്ന്, നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെ അത്താഴത്തിൻ്റെ സമയത്ത് ചിലപ്പോൾ തറാവീഹൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ നിന്നൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ആൺകുട്ടികൾക്കറിയാം, ഇമാമ ചൊല്ലിക്കെടുക്കും നിയത്ത് നവൈതു സൗമഅദിൻ അൻ അദാഇ ഫർളി റമദാനി ഹദിഹി സനത്തി ലില്ലാഹി തആല. ഒന്നാമത്തെ ഫർള് നിയത്ത് വെക്കുക. അപ്പോൾ നിയത്ത് വെക്കാതെ നോമ്പ് നോക്കാൻ പറ്റൂല, അല്ലേ? ഓക്കെ, ഒന്നാമത്തെ ഫർള് നിയത്ത്. രണ്ടാമത്തെ ഫർള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക, വെടിഞ്ഞു നിൽക്കുക, അല്ലേ? എന്തുകൊണ്ടാണ് നോമ്പ് മുറിയും? ഉള്ളിലേക്ക് എന്തെങ്കിലും കഴിച്ചാൽ നോമ്പ് മുറിയും. പിന്നെ എന്തുണ്ടെങ്കിലും നോമ്പ് മുറിയും. നോമ്പ് മുറിയുന്നത് 4 കാരണങ്ങൾ കൊണ്ടാണ്. ഈ പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ ഉണ്ടായാൽ നോമ്പ് മുറിയും തീർച്ചയാണ്. അപ്പോൾ നോമ്പ് മുറിയുന്ന 4 കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, അല്ലേ? കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഈ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ബാക്കി 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ട എന്നല്ല, അത് ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും, ഭാവിയിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം നോമ്പ് മുറിയാൻ സംയോഗം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. രണ്ടാമത്തെ കാരണം, നോമ്പ് മുറിയാനുള്ള കാരണം ഇന്ദ്രിയം പുറപ്പെടുവിക്കുക. ഇത് രണ്ടും, ഈ പറഞ്ഞ 2 കാര്യങ്ങളും, ഇന്ദ്രിയം പുറപ്പെടുവിക്കുക, സംയോഗം ചെയ്യുക, ഇത് കൂടുതൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നില്ല. ബാക്കി 2 കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കഴിയണം. എന്താണെന്നറിയോ? മൂന്നാമത്തെ കാര്യം, ഉണ്ടാക്കി ഛർദ്ദിക്കുക. ചില ആളുകളുണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് വയറ് വീർത്തിട്ട്, പ്രത്യേകിച്ച് നോമ്പിനൊക്കെ, അല്ലേ, എന്തോരം അടിച്ച് കയറ്റും നമ്മളൊക്കെ, അല്ലേ? അങ്ങനെയൊക്കെ കയറ്റിയിട്ട് വയറിന് അസ്വസ്ഥത ഉണ്ടായിട്ട് ഉണ്ടാക്കി ഛർദ്ദിച്ച് കഴിഞ്ഞാൽ നോമ്പ് മുറിയും. അപ്പോൾ മൂന്നാമത്തെ കാര്യം ഉണ്ടാക്കി ഛർദ്ദിക്കുക. നാലാമത്തെ കാര്യം, തടിയുള്ള വല്ലതും തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. തടിയുള്ള വല്ലതെന്ന് പറയുമ്പോൾ അപ്പോൾ സംശയം ഉണ്ടാവും, വെള്ളം ഇറക്കിയാലോ എന്ന്. വെള്ളത്തിന് തടിയുണ്ട്, വെള്ളം ഇറക്കിയാൽ നോമ്പ് മുറിയും. കാറ്റ് മുണിഞ്ഞാലും നോമ്പ് മുറിയില്ല, കാരണം അതിന് തടിയില്ല. അപ്പം തടിയുള്ള വല്ലതും തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് ഇറക്കുക. തുറക്കപ്പെട്ട ദ്വാരം ഏതാ? ഓൾറെഡി നമ്മുടെ ശരീരത്തിലുള്ള തുറക്കപ്പെട്ട ദ്വാരം, കണ്ണ്, മൂക്ക്, വായ, ഇങ്ങനെ തുറക്കപ്പെട്ട ദ്വാരം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗുഹ്യ ഭാഗങ്ങൾ, ഇതിലൂടെയൊക്കെ ഉള്ളിലേക്ക് തടിയുള്ള വല്ലതും പോയാൽ നോമ്പ് മുറിയും. അധികം ആളുകൾക്കും സംശയം ഉണ്ടാകും, ഇഞ്ചക്ഷനൊക്കെ ചെയ്താൽ നോമ്പ് മുറിയുമെന്ന്. നോമ്പ് മുറിയില്ല, കാരണം അത് തുറക്കപ്പെട്ട ദ്വാരമല്ല. നമ്മൾ പുതിയൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ മാത്രമേ ഉള്ളിലേക്ക് തടിയുള്ള വല്ലതും പോയാൽ മാത്രമേ നോമ്പ് മുറിയൂ. അപ്പം നമ്മൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സുന്നത്തായ നോമ്പുകളെക്കുറിച്ച് നോക്കാം. നോമ്പ് സുന്നത്തായ ചില പ്രത്യേക സമയങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ അറഫ ദിവസം, അഥവാ ദുൽഹിജ്ജ 9-ാം തീയതി നമുക്ക് അറഫ ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്തായ ഒരു ദിവസമാണ്. അതുപോലെ തന്നെ മുഹറം 9, 10 ദിവസങ്ങളിൽ, അതുപോലെ തന്നെ ഷവ്വാലിൻ്റെ നോമ്പ് കഴിഞ്ഞ ഉടൻ 6 നോൽമ്പ് എന്നൊക്കെ പറയില്ല നമ്മൾ, ഷവ്വാലിൻ്റെ 6 ദിവസം നോമ്പ് നോക്കലും വളരെ സുന്നത്തായ സമയമാണ്. അതുപോലെ തന്നെ എല്ലാ അറബി മാസം 13, 14, 15 തീയതികളിൽ നോമ്പ് നോക്കൽ നല്ല സുന്നത്തുള്ള ദിവസമാണ്.
അതേപോലെ തന്നെ എല്ലാ അറബി മാസം അവസാനത്തെ 28, 29, 30 ദിവസങ്ങളിലും നോമ്പ് നോക്കൽ ശക്തിയായ സുന്നത്തുണ്ട്. അതുപോലെ എല്ലാ ആഴ്ചയും തിങ്കൾ, വ്യാഴം എന്നീ 2 ദിവസങ്ങളിലും നോമ്പ് നോക്കൽ സുന്നത്തുണ്ട്. ഇതാണ് പ്രത്യേകം സുന്നത്തായ നോമ്പ് നോൽക്കേണ്ട ദിവസങ്ങൾ. പിന്നെ അടുത്ത നമുക്ക് പറയാനുള്ളത്, നോമ്പ് നോക്കാൻ പാടില്ലാത്ത ആളുകളുമുണ്ട്. ഹറാമാണ്. ഹൈലുള്ള സ്ത്രീ, നിഫാസുള്ള സ്ത്രീ നോമ്പ് നോൽക്കൽ ഹറാമാണ്. പക്ഷേ നോമ്പ് പിന്നെ ഖളാ വീട്ടണം. ശുദ്ധിയായതിനു ശേഷം ഖളാ വീട്ടണം. അതുപോലെ തന്നെ നോമ്പ് നോക്കൽ ഹറാമായ ചില സമയങ്ങളുണ്ട്. അതേതാ? ഒന്ന് ചെറിയ പെരുന്നാൾ ദിവസം, വലിയ പെരുന്നാൾ ദിവസം, അതുപോലെ തന്നെ അയ്യാമു തശ്രീഖ് എന്ന് പറയും. അഥവാ അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 11, 12, 13 തീയതികളിലാണ് നോമ്പ് നോക്കാനേ പാടില്ല. അതുപോലെ തന്നെ നോമ്പ് നോക്കൽ ഹറാമായ ഒരു ദിവസമാണ് യൗമു ശക്ക് എന്ന് പറയും. സംശയമുള്ള ദിവസം. ഇന്ന് നോമ്പാണോ അല്ലേ, നാളെ പെരുന്നാളാണോ അല്ലേ എന്ന് സംശയമുള്ള ദിവസവും നോമ്പ് നോക്കാൻ പാടില്ല എന്നർത്ഥം. ഇനി സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. ഇപ്പോൾ നോമ്പ് നോക്കാൻ കഴിയാത്ത പ്രായമുള്ള ആൾക്കാരുണ്ടാവും, അസുഖമുള്ള ആളുകളുണ്ടാവും, വലിയ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇവർക്കൊക്കെ നോമ്പ് നോക്കാൻ ബുദ്ധിമുട്ടല്ലേ? ശരിയാണ്, ബുദ്ധിമുട്ടാണ്. ചില ആളുകൾക്ക് നോമ്പ് നോക്കുന്നതിനെക്കുറിച്ച് ഒരു ഇളവ് കൊടുക്കുന്നുണ്ട്. ഇളവെന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറൂല എന്ന് പ്രതീക്ഷിക്കുന്ന, ഇനി മാറാൻ സാധ്യതയില്ല, അങ്ങനത്തെ രോഗമുള്ള ആൾ, അദ്ദേഹത്തിന് നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പകരം ഒരു മുദ്ദ്, ആ നാട്ടിലെ ഭക്ഷണം ഒരു മുദ്ദ് ഒരു നോമ്പിന് പകരം അദ്ദേഹം കൊടുക്കണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇനി വേറെ ഏതെങ്കിലും രോഗികളുണ്ട്, അല്ലെങ്കിൽ നീണ്ട യാത്ര പോകുന്ന ആളുകളുണ്ട്, ഇവർക്കൊക്കെ നോമ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടാൽ അവരെന്ത് ചെയ്യണം? ഈ രോഗം മാറിയാൽ അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞാൽ ഈ നോമ്പ് നിർബന്ധമായിട്ടും ഖളാ വീട്ടും വേണം. അപ്പോൾ ശ്രദ്ധിച്ചല്ലോ ഈ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത്, നോമ്പ് കാലമായാൽ നമുക്ക് സുന്നത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് അത്താഴം കഴിക്കൽ ശക്തിയായ സുന്നത്തുള്ള കാര്യമാണ്. മാത്രമല്ല നോമ്പ് നോറ്റ് ബാങ്ക് കൊടുത്ത ഉടനെ നോമ്പ് തുറക്കണം. അപ്പോൾ അങ്ങനെ കുറേ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുറേ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വണ്ടി പാഞ്ഞ് നേരം വഴുകാൻ പാടില്ല. പെട്ടെന്ന് നോമ്പ് തുറക്കുക സുന്നത്തായ കാര്യമാണ്. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുക, അതില്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക, ഇതും സുന്നത്തായ കാര്യമാണ്. അതുപോലെ തന്നെ നോമ്പ് തുറന്ന ഉടനെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് ചൊല്ലലും ശക്തിയായ സുന്നത്തുണ്ട്. ഈ 4 കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മൊത്തത്തിൽ റമദാൻ മാസമായാൽ സുന്നത്തുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് തറാവീഹ് നിസ്കാരം, അല്ലേ? പിന്നെ ഖുർആൻ കൂടുതലായിട്ട് ഓതുക. അതുപോലെ തന്നെ പ്രത്യേകം സുന്നത്തുണ്ട് എഴുത്തിക്കാഫ്. അല്ലാത്ത മാസങ്ങളിൽ സുന്നത്തിനേക്കാൾ കൂടുതൽ ശക്തമായ സുന്നത്ത് റമദാൻ മാസം എഴുത്തിക്കാഫ് ഇരിക്കുന്നതിനുണ്ട്. അതുപോലെ തന്നെ നോമ്പ് തുറപ്പിക്കുക, മറ്റൊരാളെ നോമ്പ് തുറപ്പിക്കലും ശക്തമായ സുന്നത്തുണ്ട്. അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ സ്വതക്ക, ധർമ്മം അധികരിപ്പിക്കുക, അല്ലേ? റമദാൻ മാസമായാൽ കൂടുതൽ മുസ്ലിങ്ങളൊക്കെ കൂടുതൽ ധർമ്മം ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സൗം എന്ന പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും ഒരാവർത്തി കൂടി ഈ വീഡിയോ കണ്ടുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും.